യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെച്ച് രണ്ട് ഫൺ എക്സ്പെരിമെന്റ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതേ ശുദ്ധമായ പശുവിൻ്റെ പാല് അല്പം ഒഴിച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇനി അല്പം സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും അതിൽ കൂടി കുറേ കറുത്ത കളറിലെ ബബിൾസ് വരുന്നത്. ഇനി അല്പം സമയം കൂടി വെയിറ്റ് ചെയ്ത് കൊടുത്താൽ അത് പൊന്തി വീർത്ത് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ഷമാപൂർവ്വം അത് കാണാം. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും അത് പൊന്തി വീർത്ത് വരുന്നത്. നല്ല കറുത്ത കളറിലാണ് വരുന്നത്. പിന്നെ ആവിയൊക്കെ ഇതിൽ നിന്ന് പറക്കുന്നുണ്ട്. ഇതിൽ കൈവച്ച് തൊടാൻ പാടില്ല. ഇനി അഥവാ കൈവച്ച് തൊട്ടാൽ നമ്മുടെ കൈ പൊള്ളും. അല്പം സമയം കൂടി വെയിറ്റ് ചെയ്ത് കൊടുത്താൽ ഈ കറുത്ത കളറിലെ സാധനം പൊടി പോലെ ആകുന്നതായിരിക്കും. അങ്ങനെ പൊടി പോലെ ആകാൻ കാരണം ന്യൂട്രലൈസേഷൻ എന്നു പേരുള്ള ഒരു റിയാക്ഷൻ ഇതിൽ നടക്കുന്നത് കൊണ്ടാണ്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ സെക്കൻഡ് എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ ഒരു ചെറിയ കാർഡ്ബോർഡിൽ കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി ഗ്ലിസറിനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം സമയം വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യണം, എന്നാലേ ഈ റിയാക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും അതിൽ കൂടി കുറേ ബബിൾസ് വരുന്നത്. ആ ബബിൾസ് ആണെങ്കിൽ ഇതേ പൊട്ടി കുറേ ആവിയും വരുന്നുണ്ട്. ഇനി അല്പം സമയം കൂടി വെയിറ്റ് ചെയ്ത് കൊടുത്താൽ ഇതിൽ നിന്ന് തീ ഉണ്ടാകുന്നതായിരിക്കും. അതിൽ നിന്ന് ഇപ്പോൾ തീ ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ നമുക്ക് തീ ഉണ്ടാക്കാൻ കുറേ വഴികളുണ്ട്. അതിലൊരെണ്ണമാണ് ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.